അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് നിയാസ് കെ വി, ഇവിടെ സ്വാഗത ഭാഷ നിർവഹിച്ച ഷബിന മാം, അതേപോലെ തന്നെ നമ്മുടെ വാർഡ് പ്രതിനിധിയും ഈ ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടകയുമായിട്ടുള്ള ഫസന ഷംസുദ്ദീൻ മാഡം, ഇവിടെ ആശംസാ പ്രസംഗം നിർവഹിക്കുന്ന ബഹുമാന്യനായ നൗഫൽ സാഹിബ്, റഹീം സാഹിബ് കുബ, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റ് അതിഥികൾ, സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു യോഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഫിത്ര എന്നത് ഒരു ആവേശമായി, സമൂഹത്തിൻ്റെ പ്രതീക്ഷയായി നിലനിൽക്കുന്ന സംവിധാനമാണ്. കേരളത്തിനകത്തും പുറത്തുമായി ഏകദേശം 150ഓളം അൽഫിത്ര സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ. ഏകദേശം 35,000 കുട്ടികൾ അൽഫിത്രയിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിലായി ഈ സംവിധാനം നിലനിന്നു പോരുകയാണ്. ഇതിൻ്റെ പ്രഥമ സ്രോതസ് എന്ന് പറയുന്നത് ഈജിപ്തിലെ ഷെയ്ഖന്മാരുടെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. ഇത് ബഹുമാന്യനായ മർഹൂം സയ്യിദ് ഫാറൂഖിയും യൂനുസ് സാഹിബും വളരെ അവിചാരിതമായി ഈജിപ്തിലെത്തുകയും അവിടെ നിന്ന് കണ്ട അത്ഭുതകരമായ കാഴ്ചകൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ നാടിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഈ സംവിധാനത്തെ 10-15 വർഷം മുമ്പ് ആരംഭിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇന്ന് വളർന്ന് വലിയ പന്തലിച്ച് നിൽക്കുന്ന വടവൃക്ഷമാണ് അൽഫിത്ര എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ണിയാകാൻ കഴിയുന്നു എന്നത് രക്ഷിതാക്കളായ നിങ്ങൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ കുട്ടികൾ എന്താണ് അവരുടെ സ്കൂളിൽ പഠിക്കുന്നത്? 2 വയസ്സിലാണ് ഒരു കുഞ്ഞ് മുലകുടി പ്രായം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴേക്കും 2.25 വയസ്സിൽ കുട്ടികളെ സ്കൂൾ ചേർത്തുകയാണ്. തുടർന്ന് 3 വർഷത്തെ പഠനം കൊണ്ട് അവർ പഠിച്ചെടുക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വരികളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ വാർഷിക റമദാൻ കഴിഞ്ഞ് ഏറെക്കുറെ വിശുദ്ധ ഖുർആനിനെ മറന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും കേസിലല്ല പറയുന്നത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് വിശുദ്ധ ഖുർആൻ എന്നതും മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി ഇത്രയേറെ ലോകവ്യാപകമായി പ്രചരിച്ച മറ്റൊരു ഗ്രന്ഥവും ഇല്ല എന്നതും നമ്മൾ അറിയേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ പേര് തന്നെ ഖുർആൻ എന്നാണ്, പാരായണം ചെയ്യപ്പെടുന്നത് എന്നതാണ്. എല്ലാ ദിവസവും നിത്യേന പാരായണം ചെയ്യുന്ന, ലോക ജനസംഖ്യയിൽ 4-ൽ ഒരാളെടുത്താൽ അയാൾ മുസ്ലിമായിരിക്കും. 4 ആൾ കൂടിയാൽ അതിലൊരാൾ മുസ്ലിമാണ്. അങ്ങനെയുള്ള അനേകായിരം വീടുകളിൽ, ഭവനങ്ങളിൽ, നാവുകളിൽ വിശുദ്ധ ഖുർആൻ നിത്യേന പാരായണം ചെയ്യുകയാണ്. ഈ പാരായണം ചെയ്യുന്ന അത്രയും അതുകൊണ്ട് തന്നെയാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ പ്രതികളും ചുട്ടുകരിച്ചാൽ പോലും അതിൻ്റെ ആശയങ്ങൾ, വരികൾ തെറ്റുകൂടാതെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന അനേകായിരം ആളുകളുണ്ട്. ഇന്നലെ അൽഫിത്രയുടെ ഹെഡ് ഓഫീസിലെ വാർഷിക ഹത്മുൽ ഖുർആനും ഹുഫാദുകൾക്കുള്ള ആദരവുമായിരുന്നു കല്ലായിലെ ഓക്ക് കൺവെൻഷൻ സെൻറ്ററിൽ. 10 പെൺകുട്ടികളാണ് ബിരുദം നേടിയത്, 3 ആൺകുട്ടികൾ. അതേപോലെ എൻ്റെ വേദിയിലിരിക്കുന്ന ബഹുമാന്യ റഹീം സാഹിബ്
അദ്ദേഹത്തിൻ്റെ ഖുബാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏകദേശം 135ഓളം കുട്ടികൾ ഇതിനകം ഹാഫിളുകളായി പുറത്തു പോയിട്ടുണ്ട്. അവരൊക്കെയും ഖുർആനിൻ്റെ ആദ്യ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള മുഴുവൻ അധ്യായങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുകയാണ്. എന്തിനാണ് ഇവരെ ഹിഫ്ള് പഠിപ്പിക്കുന്നത് എന്ന് ചിലരെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് സംശയം ഉണ്ടാകാം. ഞാൻ അതിനുള്ളൊരു മറുപടി പറയുന്നത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹാമർ എടുത്തിട്ട്, അത് ആണിയൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്നതാണ്, ഹാമർ എടുത്തിട്ട് നേരെ ചെല്ലുകയാണ് അവനെ 10 മാസം പ്രയാസപ്പെട്ട് ഗർഭം ചുമന്ന ഉമ്മയുടെ മൂർധാവിലടിക്കാൻ. ഉമ്മ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ്. അത് 2 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. തൻ്റെ കൂടപ്പിറപ്പായി ഒരേ ഗർഭപാത്രത്തിൽ ജന്മം കിട്ടിയ തൻ്റെ സഹോദരനെ അവൻ കൊന്നുകളഞ്ഞു. അവൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠനെ പോയിട്ട് അടിച്ച് അവനെ കൊന്നുകളഞ്ഞു. അവൻ്റെ മൂത്തമ്മയെ കൊന്നുകളഞ്ഞു. അവൻ്റെ കൂട്ടുകാരിയെ കൊന്നുകളഞ്ഞു. നോക്കൂ നിങ്ങൾ, ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യൂല. അവൻ്റെ മനസ്സ് ആർദ്രമായിരിക്കും, സ്നേഹസമ്മർദ്ദമായിരിക്കും അവൻ്റെ ഹൃദയങ്ങൾ. അപ്പോൾ ആ നിലയ്ക്ക് സാംസ്കാരികമായ ഉന്നതിയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികൾക്ക് അതിനർത്ഥം അവർക്ക് ഭൗതികമായി ഒന്നും കിട്ടുന്നില്ല എന്നതല്ല, എല്ലാം കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ അൽഫിത്തറിൽ പഠിക്കുന്ന ഈ 10-17 വരുന്ന പിഞ്ചുമക്കൾ, ഇവർ പഠിക്കുന്നത് വലതുഭാഗത്തു നിന്ന് ഇടത്തോട്ട് എഴുതുന്ന അറബി ഭാഷയും ഇടത്തു നിന്ന് വലത്തോട്ട് എഴുതുന്ന ഇംഗ്ലീഷും മലയാളവും മറ്റു വിഷയങ്ങളും, അതൊക്കെ ഇവർ സ്വായത്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ സാധാരണ സ്കൂളിൽ കൊണ്ടുപോയാക്കിയാൽ അവിടുത്തെ അധ്യാപകർ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് ഈ കുട്ടികൾ? ഞങ്ങളുടെ സ്കൂളിൽ കന്യാസ്ത്രീ മഠത്തിലുള്ള അധ്യാപകരായിട്ടുള്ള കന്യാസ്ത്രീകൾ വന്ന് അന്വേഷണം നടത്തുകയുണ്ടായി. എന്താണ് നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയുടെ സവിശേഷത? അവർക്ക് നേരിട്ട് അറിയാൻ വേണ്ടി. കാരണം ഈ കുട്ടികൾ ജനറൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ബുദ്ധിപരമായി ഉയർന്ന ശ്രേണിയിലാണ്, സ്വഭാവപരമായി ഉയർന്ന ശ്രേണിയിലാണ്. മുതിർന്നവരെ ബഹുമാനിക്കാനും അവരോട് നല്ല നിലയിൽ പെരുമാറാനും കുട്ടികൾ സഹപാഠികളോട് സ്നേഹത്തോടുകൂടി പെരുമാറാനൊക്കെ അവർക്കറിയാം. ആ നിലയ്ക്കുള്ള ഒരു കരിക്കുലത്തിൻ്റെ ബേസിലാണ് ഇവർ അധ്യാപനം പൂർത്തിയാക്കുന്നത്. ഇവിടെ ഈ കുട്ടികളെ 2.25 വയസ്സിൽ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അൽഫിത്രയുടെ മുറ്റത്ത് ആ 1-ാം തീയതി കാണുക കണ്ണീരിൻ്റെ പുഴകളാണ്. കണ്ണീർ പുഴയത്തെന്ന് പറയല്ലോ, അതേ സമാനമായ ആർപ്പ് വിളികളും കണ്ണീരുമാണ്. പക്ഷെ ഇന്നിപ്പോൾ അവർ ഇവിടെ നിന്ന് ഈ ബിരുദം വാങ്ങി പുറത്തു പോകുമ്പോൾ ഇവരുടെ പ്രിയപ്പെട്ട അധ്യാപികമാരും അതുപോലെ തന്നെ സ്ഥാപനത്തിൽ മറ്റാളുകളൊക്കെ കരയുകയാണ്. കാരണം എന്താണ്? അന്ന് വന്ന് ചേർന്ന കുട്ടികൾ, അവർക്ക് വീട്ടിലെ ഉമ്മക്ക് തുല്യമായ പെരുമാറ്റം, അതിനേക്കാളും ഉഷാറായിട്ടുള്ള പെരുമാറ്റത്തോടു കൂടി സ്നേഹസമൃദ്ധമായിട്ടാണ് അധ്യാപികമാരോട് പെരുമാറിയത്. ഒരു വടിക്കഷ്ണം പോലും ഈ ക്യാമ്പസിൽ കാണൂല. എല്ലാം വളരെ അയത്നലളിതമാണ്. ഒരു അധ്യാപിക വേറൊരു അധ്യാപികക്ക് പറഞ്ഞു കൊടുക്കും, ആ അധ്യാപിക അത് ഏറ്റുപറയും. അങ്ങനെ ഇവർ പാസീവായിട്ടാണ് ലേൺ ചെയ്തത്. അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളുടെ 20 വ്യത്യസ്ത സ്വരങ്ങൾ നിഷ്പ്രയാസം ഇവർ അതിൻ്റെ മഹ്റജോടുകൂടി ഉച്ചരിക്കുമെന്നതാണ്. ഞാൻ മുതിർന്ന ആളുകളോട് ചോദിക്കുകയാണ്, അറബി ഭാഷയിലെ പുള്ളികളുടെ സവിശേഷത അറിയാവുന്നവർ എത്ര പേരുണ്ട് എന്നത്. അറബി ഭാഷയിൽ അക്ഷരങ്ങൾ കുറേ കുത്തുകളുണ്ട്. അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. ഖ എന്ന് പറയുമ്പോൾ അതിന് മുകളിലാണ് കുത്തുള്ളത്. അങ്ങനെ ഉച്ചരിച്ചില്ലെങ്കിൽ ഹാലിക്കീൻ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു എത്ര നല്ല മുടിവെട്ടുകാരൻ എന്നതാണ്. യഥാർത്ഥത്തിൽ വേണ്ടി അള്ളാഹു ഏറ്റവും നല്ല സൃഷ്ടികർത്താവാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. മറ്റത് പുള്ളിയില്ലാതെ ഉച്ചരിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എത്ര വികലമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ അതിൻ്റെ മഹ്റജോട് കൂടിയിട്ട് സ്വരസിദ്ധമായ നിലയിൽ അത് പാരായണം ചെയ്യുന്നത്. അങ്ങനെ ആകണം. ഖുർആൻ തെറ്റോടുകൂടി ഓതാൻ പാടില്ല. ഖുർആൻ ഓതുന്നവരും ഓതാത്തവരെയും സംബന്ധിച്ച് റസൂൽ പറയുന്നത് അവർ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവർക്കും തുല്യമാണ് എന്നാണ്. ജീവിച്ചിരിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ജീവിക്കുന്നത് പോലെ ഉണ്ടാകും. ഖുർആൻ തീരെ പാരായണം ചെയ്യാത്ത ആളുകൾ അവർ മയ്യത്തിന്, ശവത്തിന്
സമാനമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇവരുടെ പ്രാഥമികമായി ഖുർആൻ പാരായണം ചെയ്യാനുള്ള ആ കഴിവ് ഇവർക്ക് ആദ്യമായി നൽകുന്നത്. അവർ കൃത്യമായി അക്ഷരങ്ങൾ ഉച്ചരിച്ച് പാരായണം ചെയ്യും. ഇവിടെ മുതൽ ആദ്യം മുതൽ അവസാനം വരെ എത്ര തവണ? 1-ലധികം തവണ. ഞങ്ങളെ സ്കൂളിൽ ഇവിടെയൊക്കെ തന്നെയും 11ഉം 12ഉം തവണയൊക്കെ വിശുദ്ധ ഖുർആൻ എൻറ്റയർലി പാരായണം ചെയ്ത് ഖത്മ് നടത്തിയ ആളുകളാണ്. അവർക്കുള്ള ബിരുദമാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, ഞാനെൻ്റെ സങ്കടത്തോടു കൂടി എൻ്റെ ഒരു സുഹൃത്തിനെ ഓർക്കുകയാണ്, ദുഃഖത്തോടു കൂടി. അദ്ദേഹം വലിയ ഉയർന്ന തലത്തിലുള്ള മാഷാണ്, അധ്യാപകനാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് സങ്കടത്തോടുകൂടി ഒരു സുഹൃത്ത് എന്നുള്ളതിലേക്ക് എന്നോട് പറയുകയുണ്ടായി, എനിക്കിതുവരെയും വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറയുകയുണ്ടായി. ഭാഗ്യം കിട്ടായികയല്ല, എല്ലാവർക്കും ഭാഗ്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം എന്നതാണ്. നിരന്തരമായി ഖുർആനുമായി ബന്ധമുള്ള അവസ്ഥയിൽ നമ്മൾ ജീവിക്കണം എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അതീവ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ, അത് കേൾക്കുമ്പോൾ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ വിശുദ്ധ ഖുർആൻ മനുഷ്യന് പകരം ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇറങ്ങുന്നത് എങ്കിൽ പർവ്വതം ഭക്തി കാരണം പൊട്ടിപ്പിളർന്നു പോകും എന്നതാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവത്തോടുകൂടി ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഷിഫാഉൽ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന മുഴുവൻ രോഗങ്ങൾക്കുമുള്ള സിദ്ധ ഔഷധമാണ് വിശുദ്ധ ഖുർആൻ. അസൂയ, വാശി, വക്കാണം, വിദ്വേഷം, എന്തൊക്കെയുണ്ട് അതിനൊക്കെയുള്ള ശുദ്ധമായ ഔഷധമാണ്, ഷിഫയാണ്, ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരനോട് പറയാനുള്ളത് ഒരു കാര്യം, നിങ്ങൾ ഈ സംവിധാനത്തെ, അൽ ഫിത്ര എന്ന് പറയുന്ന സംവിധാനത്തെ നെഞ്ചേറ്റിയിട്ട് അതിനെ വളർത്താൻ വേണ്ടി ശ്രമം നടത്തണം. അതിൻ്റെ കാര്യദർശി കൂടിയാണ് നൗഫൽ സാഹിബ്. അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് നിശബ്ദമായ വിപ്ലവങ്ങൾ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇസ്രായേൽ സെൻ്ററിൻ്റെ ആളുകൾ, ഇവരൊക്കെയും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. ആ പ്രയത്നങ്ങൾക്കൊക്കെ കുറ്റമറ്റ നിലയിൽ അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സംവിധാനത്തിന്, ഇന്നത്തെ ഈ വാർഷിക പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാ ഖർദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.